മലയാളികളുടെ വസ്ത്രം ഏതാണ്? മുണ്ട് മലയാളികളുടെ സ്വന്തം ഒരു വസ്ത്രമല്ല. നമ്മൾ ചെറിയൊരു മുണ്ട് മാത്രമാണ് കൊടുത്തിരുന്നത്. സാരിയൊന്നും മലയാളിയുടെ വസ്ത്രമല്ല. അതിന് മുമ്പുള്ള നമ്മുടെ അമ്മമാർ വേറെ വസ്ത്രങ്ങളാകും. വസ്ത്രം പകുതിയെ എടുക്കാറുണ്ടല്ലോ. അതിനുവേണ്ടി സമരം ചെയ്ത നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, പേരനാട് കലാപം. എന്നാലും മുണ്ട് നമുക്കൊക്കെ പ്രിയപ്പെട്ട അതായത് കാരണം മുണ്ടിനെ കുറിച്ചുള്ളൊരു കവിത. മുണ്ടെടുക്കുമ്പോൾ ആൾക്കാരുടെ വലിയ സംശയമുണ്ട്, മുണ്ടെടുത്തുകൊണ്ട് ഫ്ലൈറ്റിൽ കയറാമെന്നൊരു സംശയമുണ്ട്. കയറാം കേട്ടോ. ഞാനങ്ങനെ ഒരിക്കൽ ഈ UAE ഒരു മീറ്റിങ്ങിന് കവിതരങ്ങനായിട്ട് പോയപ്പോൾ മുണ്ടെടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആൾ പറയും മുണ്ടെടുത്തുകൊണ്ട് ചിലപ്പോൾ വിമാനത്തിൽ കയറ്റുകയില്ല, അവിടെ ചെന്ന് ഇറങ്ങിയാൽ നമ്മൾ ബുദ്ധിമുട്ടി പോകും. അങ്ങനെയൊന്നുമില്ല. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴേ അറബികളെല്ലാം അവരുടെ വേഷത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ വേഷത്തിൽ നിന്നും യാതൊരു വിഷയവും എനിക്ക് ആദ്യത്തെ യാത്രകളിൽ ഉണ്ടായിട്ടേ ഇല്ല. മുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വല്ലപ്പോഴും കൂടി മുണ്ടെടുക്കുന്നത് നല്ലതാണ്. എപ്പോഴും മുണ്ടെടുത്തില്ല. മുണ്ടിന് ഇപ്പോൾ പുതിയ കാലത്ത് ചില അസൗകര്യങ്ങളുണ്ട്. കാര്യം നമുക്ക് മൊബൈൽ ഫോണുകൾ, ഒന്നിലധികം മൊബൈൽ ഫോണുണ്ട്, ഒരുപാട് കാർഡുകളുണ്ട്. ഇതൊക്കെ എവിടെ സൂക്ഷിക്കും? മുണ്ടിനകത്ത് യാതൊരു സൗകര്യവും ഇല്ല. അതുകൊണ്ട് മുണ്ട് മാറ്റിയിട്ട് ഒരുപാട് പിന്നെ പോക്കറ്റുള്ള ഒരു വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും പുതിയ കാലത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും നമ്മുടെ ഒരു പഴയ ചിന്ത എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇതിൻ്റെ ഒരു മധുരിക്കുന്ന ഒരു ഓർമ്മ എന്നുള്ള നിലയ്ക്ക് മുണ്ട്.